നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും ചർച്ച ചെയ്യപ്പെടാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. എനിക്കും ചർച്ച ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഞാനത് റിയാക്ഷൻ ചാനലുകാരൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തപ്പോഴും ഞാനത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ മാറ്റി വെക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഒരുപാട് അതിര് വിട്ടു പോകുന്നു എന്ന് തോന്നും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഞാൻ സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ രേണു സുധുവും പിന്നെ ദാസൻ എന്ന് പറയുന്ന ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നടനും ദാസേട്ടൻ കോഴിക്കോട് നിന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അയാളും പിന്നെ പ്രതീഷും ഈ രേണുവിന്റെ കൂടെ നടക്കുന്ന കുറെ ആൾക്കാരും കൂടെ ഈ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കുറെ പേക്കൂത്തുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് അതൊരു വിധവയാണ്, 2 കുട്ടികളെ നോക്കാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നത്. സത്യമാണ്, രേണു ഒരു വിധവയാണ്. രേണു 2 കുട്ടികളെ നോക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെ കുടുംബം നോക്കാൻ വേണ്ടിയായിരിക്കും രേണു ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു വിധവയായ സ്ത്രീകൾ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അത് ഫിലിം ഇൻഡസ്ട്രിയിലുമുണ്ട്, സീരിയൽ ഇൻഡസ്ട്രിയിലുമുണ്ട്, ആൽബം ഷൂട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ആരും രേണുവിനെ പോലെ ഇത്രയും കത്തി നിൽക്കുന്നില്ല. കാരണം ആ ഒരു ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി രേണു ചെയ്യുന്ന ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വീടുകൾ ഉള്ള അച്ഛനും അമ്മമാരൊക്കെ കംപ്ലൈന്റ് പറയുന്നു, അവർക്ക് യൂട്യൂബ് മൊബൈൽ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ചോദിക്കും, രേണുവിനേക്കാൾ കൂടുതൽ വൾഗറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരില്ലേ? ഉണ്ട്. രേണുവിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് ഫാമിലിയോടെ വന്നു നിന്ന് ഇങ്ങനത്തെ വൾഗാരിറ്റികൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെ ഒന്നും ആൾക്കാരെടുത്ത് കൂടുതൽ അവരെ കുറിച്ചൊന്നും സംസാരിക്കാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് അവരൊക്കെ ആ ഒരു ലെവലിൽ സ്റ്റാർട്ടിങ് തൊട്ടേ അങ്ങനെ തുടങ്ങിയ ആൾക്കാരാണ്. പക്ഷെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്നത് തന്നെ സുധിയുടെ വിധവ എന്നുള്ള പേരിലാണ്. അതിനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷെ രേണു അത് വേറൊരു നെഗറ്റീവ് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അന്ന് സ്റ്റാർട്ടിങ് തൊട്ടേ രേണുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോകളും ക്ലിപ്പുകളും ഒക്കെ ഒന്ന് കാണാം. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയില് ചേർത്ത് പിടിച്ചേ, ദാസേട്ട കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചേ, ആ ചൂട്ടിലൊന്നോട്ടെ, കടയിലോട്ട് നോക്കിക്കേ, ഇടുപ്പി ചേർത്ത് പിടിക്കേ, ആ നെറ്റിക്ക് രുമ്പ് കൊടുത്തേ, നെറ്റിനും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുക്ക. ഞാൻ ജിനൂസിന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. ഡൈഹാർട്ട് ഫാനാണ്, ആരാധകനാണ്. അപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ അങ്ങോട്ട് അയച്ചു തന്നു. ഇപ്പൊ ഈ രേണു സുധി എന്ന് പറയുന്ന പുള്ളിക്കാരി കാണിക്കുന്ന വൃത്തികെട്ട ആഭാസത്തരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ വൃത്തികെട്ട ക്ലിപ്പുകൾ, അതുപോലെ സെക്സ് കെട്ടിപ്പിടുത്തം കാണിക്കുന്ന ഈ പരിപാടികളൊക്കെ. അപ്പൊ അതിന്റെ ഡയറക്ടർ പറയുന്നത് ഇത് അവര് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു കള്ളത്തരങ്ങളുണ്ട്, അനാശീസങ്ങളടക്കം നമ്മൾ സംശയിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ ഇത് കാണുന്ന ആൾ ഇത് കണ്ടുകിട്ട് ഇത് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇന്ന് വീട്ടിലെടുത്ത് നോക്കിയ മൊബൈലിലല്ല ഇതാണ്, ഇതിനുള്ള ആഭാസങ്ങളാണ്. ഫാമിലിയായിട്ട് ഒരു കുടുംബമായിട്ടിരുന്ന് മൊബൈലിൽ കാണാൻ പറ്റാത്ത, കുടുംബത്തോടിരുന്ന് കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഈ ദാസൻ എന്ന് പറയുന്ന ആളുമായിട്ട് ഒരു കള്ള് ഷാപ്പിന്റെ എന്തോ ഒരു ആൽബം റിലീസ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതിനകത്ത് എന്ന് വെച്ചാല് ഈ ആൽബം റിലീസ് ചെയ്തതിനകത്ത് ഒരുപാട് എന്താ പറയുക ഇന്റിമസി സീൻസ്, ഇല്ലാത്ത ഇന്റിമസി സീൻസ് അവർ റീൽസിലൂടെ ഇടുകയും അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചാ വിഷയമാവുകയും ചെയ്തു. അപ്പോൾ ജിനൂസ് എന്ന് പറയുന്ന ഒരാൾ അത് അതിനെ എടുത്തു വെച്ചൊരു വീഡിയോ ചെയ്യുകയും അപ്പം ആ വീഡിയോ കണ്ട ഒരാൾ പറഞ്ഞു അയാൾ ഈ രേണു സുധിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ക്ലിപ്പൊക്കെ വന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ വോയിസ് ക്ലിപ്പ് വന്നതിന് ശേഷം ഇതിന്റെ സംവിധായക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അന്നൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതായത് ഇങ്ങനെയുള്ള ഇത്രയും ഉള്ള ഇന്റിമസി സീൻസ് ഒന്നും അവരുടെ ആൽബത്തിലില്ല. അവരുടെ പാക്കപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ രേണു സുധിയും ഇവരൊക്കെ ചേർന്നിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത്. അപ്പം ഇങ്ങനെയുള്ള യാതൊരു സീനുകളും അതിനകത്ത് അവരുടെ ആൽബത്തിൽ ഒന്നും ഇല്ലെന്നാണ് ഈ ഡയറക്ടർ തന്നെ വന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയറക്ടർ പറയുന്ന വീഡിയോയിലേക്ക് നമുക്കൊന്ന് കേൾക്കാം. 2 സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. സീൻ പുറത്ത് കിടക്കുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ് അവര് മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. അത് ദാസേട്ടനും രേണു ചേച്ചിയും പിന്നെ രതീഷൊക്കെ കൂടിയിട്ട് റീൽ എടുത്തതാണ് അല്ലേ? അതില്
എനിക്കിപ്പോ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ വിളിച്ചെന്ന കേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് ബാക്കപ്പ് ആയ സമയത്താണ് ആ വീഡിയോ എടുത്തത്. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ രേണുസുദിനെ ഇപ്പൊ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. അതിലെന്തോ ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത് ആവുന്നു. നിങ്ങളുടെ ആൽബത്തിൽ അങ്ങനെ എന്താ 10-50 പേര് നിൽക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം? മീഡിയാസ് ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിൽക്കും. ശരിക്കും റീലായിരുന്നു അത്. അത് വീഡിയോ വിഷ്വൽ റീൽ പ്രൊമോഷൻ എടുത്തത് റീലായിരുന്നു അത്. പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. വിഷ്വൽസ് ഒരിക്കലും അത് ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയിൽ. ഒടുക്ക് ദാസേട്ടാ ചേർത്ത് പിടിച്ചേ, ദാസേട്ട കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചേ. ആ ചൂട്ടിലും തൊട്ടെ കടയിലോട്ട് നോക്കിയേ, ഇടുത്തി ചേർത്ത് പിടിക്കേ. ആ നെറ്റിക്ക് രുമ്പ് കൊടുത്തേ, നെറ്റിയിലും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു പോട്ടെ, ചേർത്ത് പിടിക്കുക. ദാസേട്ട കുറച്ചുകൂടെ. അപ്പൊ ഈ ഡയറക്ടർ പറയുന്നത് ഇങ്ങനെ ഒരു സീൻ അവരുടെ ആൽബത്തിൽ ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ ഇത് അതിനുശേഷം ഒരു വീഡിയോ ഇതിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ ഇവർ റീൽ ചെയ്യുന്ന സമയത്ത് ഈ ദാസനും രേണുവിനും ഓരോരോ ഓർഡറുകൾ കൊടുക്കുകയും ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ കിസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതിൽ കേൾക്കാൻ പറ്റും. അപ്പൊ അത് ഡയറക്റ്റ് ആ പറയുന്ന വോയിസ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ തന്നെയാണ്. അപ്പോൾ പക്ഷെ ഇപ്പോൾ അവർ വന്ന് പറയുന്നു, ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്നത് അവരുടെ ആൽബത്തിൽ ഇങ്ങനൊരു സംഭവം ഇല്ല, അവർ ബാക്കപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്, നമുക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ മിക്കവാറും സംഭവിച്ചതെന്ന് പറയുന്നത് അവരുടെ ആൽബത്തിനകത്ത് ഇങ്ങനൊരു സാധനം ഇല്ലായിരിക്കും. പക്ഷേ ഈ ആൽബത്തിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഇത് കാണാനായിട്ട് കൗതുകം ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു കൗതുകം ഉണർത്തി ഇതിനൊരു റീച്ചിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തു തന്നെയാണ്. ഇതിൽ ഈ ഡയറക്ടറിനും പങ്കുണ്ട്, അതിനേക്കാൾ കൂടുതൽ പങ്കുള്ളത് രേണുവിനും ദാസനും ഈ കൂടെയുള്ള പ്രതീഷിനും ടീമിനും ഒക്കെയാണ്. കാരണം ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു നെഗറ്റീവ് ലൈംലൈറ്റ് തന്നെയാണ്. കാരണം ഇവരുടെയൊക്കെ വീഡിയോസ് ഒന്നും അല്ലാതെ ഓടാൻ യാതൊരുവിധ ചാൻസും നമ്മൾ കാണുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു രേണു വന്ന അന്ന് തൊട്ടേ ഇവരുടെ വീഡിയോസ് ഒക്കെ അതായത് ഇവരുടെ റീൽസും ആൽബംസും ഒക്കെ വളരെ ഹൈപ്പിൽ പോകുന്നുണ്ട്. കാരണം അപ്പം ഇങ്ങനെ കാണാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വളരെ ശല്യമായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രേണുസുതി എവിടെ പോകുന്നു അവിടെ എല്ലാം വളരെ കുറച്ച് ഇപ്പം പഴയ പോലുള്ള വലിയ കുറച്ചുകൂടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓൺലൈൻ വീഡിയോസ് ഒന്നും കാണുന്നില്ല. 1-2 പരട്ട പിള്ളേർ ഒരു മൈക്കും കൊണ്ടുവന്ന് രേണുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം രേണു അത്രയും വലിയ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ് ഒന്നും അല്ല. അപ്പോൾ ഈ രേണു പോകുന്ന കാര്യം എവിടെയെങ്കിലും ഒക്കെ പോകുന്ന കാര്യങ്ങൾ ഈ 1-2 എന്ന് പറയുന്ന ഈ ഓൺലൈൻ മീഡിയസ് സ്ഥിരമായിട്ട് ഇതിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ അവർ തീർച്ചയായും രേണു നാളെ ഏത് സ്ഥലത്ത് പോകുന്നു എന്നുള്ളത് അറിയുന്നുണ്ട്. അവരതിനു വേണ്ടി പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത് രേണു തന്നെ ഈ വരുന്ന 1-2 എല്ലാ ഓൺലൈൻ മീഡിയസിനെയും പറയുന്നില്ല, 1-2 ഓൺലൈൻ മീഡിയസിന് രേണു തന്നെ അത് ഇട്ടുകൊടുത്തിട്ട് അവർ പോയി ചെന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസ് എടുത്തിടുകയാണ്. അപ്പൊ അവർക്കും റീച്ച്, രേണുവിനും റീച്ച്, മൊത്തത്തിൽ റീച്ച്. പ്രശ്നം ആർക്കാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുടുംബങ്ങൾക്കാണ്. കാരണം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ തുറക്കുന്ന ആൾക്കാർക്കാണ് ഇതിന്റെ പ്രശ്നങ്ങൾ മൊത്തം. ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നേരത്തെ എന്ന് വെച്ചാൽ രേണുവിന് കുറ്റം പറയാൻ എപ്പോഴും നമ്മളെ KHDC ഫിറോസും ഫാദറും ഉണ്ടായിരുന്നു. അപ്പോൾ ഫാദർ അതിനെതിരെ കേസ് കൊടുത്തതിന് ശേഷം ഈ 2 വ്യക്തികളെയും രേണുവിന് കുറ്റം പറയാൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് രേണു പിന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന അടവെന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് വൾഗാരിറ്റി, ഇന്റിമസി സീൻസിനെ കുറിച്ചും അത് ഒരു ചോദ്യം ഈ ഓൺലൈൻ മീഡിയക്കാരെന്ന് പറഞ്ഞ 1-2 വ്യക്തികൾ ഇങ്ങനെയുള്ള ചോദ്യം ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴേ രേണു തന്നെ അതിനെ ഭയങ്കരമായിട്ട് വളച്ചൊടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വടയുടെ കാര്യമൊക്കെ പറയുകയും അവർ വട ഇഷ്ടമാണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ രേണു അതിനെ വളച്ചൊടിച്ച് വളരെ ഒരു വൃത്തികെട്ട രീതിയിലേക്ക് കൊണ്ടുപോയത് ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുപോകണമെന്ന് ഞാൻ. രേണുവിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, രേണുവിന് നമ്മൾ കുറ്റം പറയുന്നില്ല, 2 കുട്ടികളെ വളർത്താനെന്ന് പറയുന്നുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ രേണു പറയുന്നത് നമുക്ക് ആർക്കെങ്കിലും രേണുവിന് ചെലവിന് കൊടുക്കാൻ അവരാണോ ചെലവിന് തരുന്നത് എനിക്കെന്നാണ് ചോദിക്കുന്നത്. സത്യമാണ്, നമുക്ക് രേണുവിന് ചെലവിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറ്റം പറയാനും സാധിക്കുന്നില്ല. പക്ഷെ രേണു ചെയ്യുന്നത് കുറച്ച് ഓവറാകുന്നു, കുറച്ചല്ല കുറെ വളരെ ശല്യമാകുന്നു എന്നാണ് പറയേണ്ടത്. രേണു ചെയ്യുന്നത് ഇപ്പോൾ വളരെ ഒരു ശല്യമാകുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കേട്ട വീഡിയോയിൽ ഒരു ആള് പറയുന്നുണ്ട് അയാൾ കേസിന് പോകാൻ പോവുകയാണെന്ന്. അപ്പൊ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇവര് കേസിന് പോവുകയും അത് അങ്ങനെയൊക്കെ എടുക്കുകയും
ചിലപ്പോൾ അയാൾ വെറുതെ പറഞ്ഞതാകും. അതല്ലെങ്കിൽ കേസിന് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം 10 പേര് ആ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചെയ്ത ആൾ കേസിന് പോകാൻ പോകുന്നു. ഓട്ടോമാറ്റിക്കലി ജനങ്ങൾക്കിടയിൽ ഒരു ആകാംക്ഷ ഉണ്ടാകും. അത് ഏത് വീഡിയോ കുറിച്ച് കണ്ടിട്ടാണ് ഇയാൾ കേസിന് പോകാൻ പറയുന്നതെന്ന് ചിന്തിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഓടിപ്പോയി ആ വീഡിയോ കാണും. അപ്പോൾ എന്തായി, അവരുടെ വീഡിയോ, അവരെടുത്ത ആ ആൽബം സക്സസ് ആയി. ഇതിനു വേണ്ടി തന്നെയാണ് ഇവരെല്ലാവരും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ ഇത്രയും നാളും വീഡിയോ ചെയ്യാതിരുന്നതിന്റെ കാരണം ഒരുപാട് ആക്ട്രസ് നമ്മളുടെ ഇടയിലുണ്ട്. പാവപ്പെട്ടവരായിട്ടുള്ള വിധവകളായിട്ടുള്ള ആക്ട്രസ് സീരിയലിലും അങ്ങനെയൊക്കെയുള്ള ഒരുപാടുണ്ട്. പക്ഷെ രേണു മാത്രം ഇങ്ങനെ ചെയ്യുന്ന വേറൊരാളെ ഈ ആക്ടറിന്റെ, അതായത് ഞാൻ പറയുന്നത് സിനിമ സീരിയൽ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെന്ന് പറയാൻ രേണു മാത്രമേ ഉള്ളൂ. അല്ലാതെ കുറെ ഫാമിലി വ്ളോഗേഴ്സ് എന്നും പറഞ്ഞിട്ട് വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിലേക്ക് രേണു ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ രേണുവിന്റെ ഇനാഗുറേഷൻ പരിപാടികളും അതും ഇതൊക്കെ കുറഞ്ഞു തുടങ്ങും. ബിഗ് ബോസിൽ രേണു പോയി കഴിഞ്ഞപ്പോഴേക്ക് രേണുവിന് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ രേണു തന്നെ അവിടുന്ന് രേണുവിന് പോകണമെന്ന് പറഞ്ഞിട്ട് രേണുവിനെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് ലാലേട്ടൻ വന്ന് കൈപിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ രേണുവിന് ബിഗ് ബോസ് കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ബിഗ് ബോസിന്റെ പേരിൽ കുറച്ച് ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് രേണു ഇങ്ങനെ പോവുകയായിരുന്നു. അതിനുശേഷം ഫാദറിന്റെ പേരിലേക്ക് വീണ്ടും വന്നപ്പോൾ ഫാദർ കൊണ്ട് കേസ് കൊടുത്ത്. അപ്പൊ ആ ഒരു ഇതിലും ലൈം ലൈറ്റിൽ നിൽക്കാൻ രേണുവിന് പറ്റുന്നില്ല. ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞ് രേണു എടുത്തിരിക്കുന്ന ഈ ഒരു വൃത്തികെട്ട പരിപാടി രേണു ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ രേണുവിന്റെ മാത്രമല്ല ബാധിക്കുന്ന, രേണുവിന്റെ കുടുംബത്തിനും ഈ ഒരു ലൈം ലൈറ്റ് എന്ന് പറയുന്ന കുറച്ച് നാളും കൂടെ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അതിനുശേഷം രേണുവിന് ചിലപ്പോൾ സിനിമ സീരിയലിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിരിക്കും. അത് നല്ലൊരു രീതിയിലുള്ള ആയിരിക്കത്തില്ല. അത് വീണ്ടും രേണുവിന്റെ കുടുംബത്തിനും മക്കൾക്കും, ഈ 2 കുട്ടികൾ എന്ന് പറയുന്നത് അതിൽ ഒരു കുഞ്ഞു ചെറുതാണ്. അത് വളർന്നു വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടാവാം, ചിലപ്പോൾ കാണാതിരിക്കാം. പക്ഷെ എപ്പോഴും പറയുന്നത് ഈ സുധിയുടെ മകൻ കിച്ചു എന്ന് പറയുന്ന പയ്യൻ സ്വന്തം മകനാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ മകൻ ഇത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇത്രയും ഒരു വൾഗാരിറ്റി രേണു ചെയ്യണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ രേണു തിരിച്ചു ചോദിക്കും, നിങ്ങൾ ആരും എനിക്ക് ചിലവിന് തരുന്നില്ലല്ലോ, അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ട്, അവരും ചോദിക്കും നിങ്ങൾക്ക് ചിലവിന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയുകയല്ല, പക്ഷെ നമ്മളെ വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കാണിച്ചു. ഇപ്പൊ ഇന്നലെ കണ്ട ഒരു വീഡിയോയിൽ വീണ്ടും ഈ ചോദ്യം ചോദിക്കാനായിട്ട് പോകുന്ന പയ്യൻ കൂടെയുണ്ട്. അപ്പൊ രേണുവിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് ചോദിക്കുമ്പോൾ രേണു ഇപ്പം ഏറ്റവും പിടിച്ചിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് മിലിറ്ററിക്കാരെയും കൂടെ രേണുവിന്റെ ആരാധകരാണെന്നും പറഞ്ഞാണ് പിടിച്ചിട്ടിരിക്കുന്നത്. രേണു ഈ പറഞ്ഞ മറ്റുള്ള ആൾക്കാരെ പോലെ ആ വാക്ക് പോലും നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. മിലിറ്ററിക്കാരെന്ന് പറയുന്നത് രേണുവിന് പന്താടാനുള്ള ആൾക്കാരല്ല. രേണുവിന് ആരാധകരുണ്ടെങ്കിൽ രേണുവിന് ആരാധകരുണ്ടെന്ന് പറയാം. പക്ഷെ ആ ഒരു വാക്ക് പോലും എടുത്തിട്ട് ഈ രേണുവിന്റെ ഈ നെഗറ്റീവ് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ പന്താടാനുള്ള ആൾക്കാരല്ല. നമ്മുടെ രാജ്യത്തിനും നമുക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി കാവൽ നിൽക്കുന്ന, അല്ലെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അവരെയെങ്കിലും രേണു വിട്ടുപിടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായി പോയി. രേണുവിന് ആദ്യം ഒരു UK കാരൻ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ, അതായത് രേണു മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ആ ആദ്യ കാലഘട്ടങ്ങളിൽ രേണുവിന് UK കാരൻ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സുധിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് ഗൾഫിലൊക്കെ പോയി, ബിഗ് ബോസ് കഴിഞ്ഞ് ഗൾഫിലൊക്കെ പോയെന്ന് വന്നതിന് ശേഷം ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് സുധിയുടെ മുമ്പിൽ തന്നെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് തട്ടമൊക്കെ ഇട്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ചിലപ്പോൾ അങ്ങനെ ആളുണ്ടാവായിരിക്കും. പക്ഷെ ഇതെല്ലാം ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ് രേണു ഇതൊക്കെ പറയുന്നത്. അപ്പൊ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ രേണു ഈ പറഞ്ഞ മിലിറ്ററി ഓഫീസേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോ നമുക്കൊന്ന് കാണാം. പുതിയൊരു പ്രേമം നടക്കുന്നുണ്ടല്ലോ. UK കാരനെ വേറില്ല എവിടേക്കാ തേച്ചെന്നോ ഒരു പട്ടാളക്കാരൻ വന്നെന്നൊക്കെ പറയുന്നേ. അതെ, ഡൽഹി ബേസ്ഡ് മലയാളി അല്ലേ. ഡൽഹിയിലുള്ള പട്ടാള കമാൻഡോ അവരൊക്കെ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. രേണു മറ്റേ വന്ദേ ഭാരതം പറഞ്ഞതിന് ശേഷമാണ് പട്ടാളക്കാരെ സെറ്റായതോ? ഇതുവരെ ആയിട്ടില്ല. ഇത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ ഒരു കാലമാണ്. 2, 3, 4 മാറി അല്ലേ. ഫ്രണ്ട്സ് ഉണ്ട്, പട്ടാളക്കാരുണ്ട്, ഡൽഹി ബേസ്ഡ് ഓഫീസർ തന്നെയാണ്. ഇപ്പൊ ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരങ്ങനെ ആളുണ്ട്, ഫ്രണ്ട് ആണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ആൾക്കാർ അറിയുന്ന കമന്റ് ഇടുന്നെന്ന് എനിക്ക് ഇതുവരെ എന്റെ ഫാനാന്നാ പറയുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് ആണ്. ആരാധന തോന്നാൻ എന്താ കാരണം? ആൾക്ക് ആരാധനയാണ്. എന്താണ് തോന്നാൻ കാരണം ആൾക്കല്ലേ അറിയത്തുള്ളൂ. ചോദിച്ചിട്ടില്ല. ആള് പറയുന്നത് ഇങ്ങനെ ഭയങ്കര എല്ലാത്തിനും ഇങ്ങനെ എന്ത് നെഗറ്റീവ് വന്നാലും രേണു ഇങ്ങനെ ഭയങ്കര ഇതായിട്ടാ കാണുന്നത്. പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞ പട്ടാളം ആളെ പൈസ കളയാനാണ്. ഓക്കെ, UK കാരൻ പോയെന്നാണ്. UK എവിടെ? എനിക്ക് UK ആരും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ? അല്ല, അങ്ങനെയാണല്ലോ പറയുന്നത്. UK കാരനുണ്ടെന്നല്ലേ മീഡിയ തന്നെയല്ലേ പറഞ്ഞ, ആൾക്കാർ തന്നെയല്ലേ പറയുന്നത്.
ഈ ആൾക്കാരെ തന്നെയാണ് പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞത്. പട്ടാളം ആളുള്ളതാണ്. ഈ ഓൺലൈൻ മീഡിയാസ് വന്ന് രേണുവിന് എത്രയോ നടിമാര് നമ്മൾ, അതായത് നല്ല ഫെയിമിൽ നിൽക്കുന്നവരും ചെറിയ ചെറിയ സീരിയൽ ആക്ടേഴ്സും ഒക്കെ പോകുന്നിടത്ത് എല്ലാം ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അവരോട് ആരോടും ചോദിക്കാത്ത ചോദ്യങ്ങൾ എന്തുകൊണ്ട് രേണുവിനോട് ചോദിക്കുന്നു? ആരാണ് രേണുവിനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തത്? നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കത് ഇഷ്ടമല്ല എങ്കിൽ അവരൊരു ഡബിൾ മീനിങ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകണം. നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കും അതിനോട് താല്പര്യമാണ്, നമുക്കും ഇങ്ങനൊരു പബ്ലിസിറ്റി ഇഷ്ടമാണ് എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇത്രയും നമ്മുടെ സീരിയൽ നടികളായാലും സിനിമാ നടികളായാലും എല്ലാവരും പോകുന്നു. ആരോടും ഇങ്ങനെ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഓൺലൈൻ മീഡിയാസ് പിറകെ നടക്കുന്നില്ല. കാര്യം അവർക്കൊക്കെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അവർ ആ ഡിഗ്നിറ്റി കഴിഞ്ഞ് അങ്ങനെയുള്ള സംസാരങ്ങൾ കേട്ടാൽ അവർ ഇഗ്നോർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ രേണു എന്ന് പറഞ്ഞാൽ അഥവാ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അവരങ്ങോട്ട് ഇട്ട് കൊടുത്താലും രേണു ആ അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു പോയിന്റ് എടുത്ത് വെച്ചിട്ട് ആ രേണു സംസാരിക്കാൻ തുടങ്ങും. രേണു സംസാരിച്ചിട്ട് എന്താ പറയുന്നത്, അതിനെ ഒരുപാട് പബ്ലിസിറ്റിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാണിക്കുന്ന ചീപ്പ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് രേണുവിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇത് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട്, രേണുവിന്റെ കുടുംബക്കാരെ ബാധിക്കുന്നുണ്ട്, കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നിർത്താൻ രേണുവിനോട് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം രേണു ഇത് ഒരിക്കലും നിർത്തത്തില്ല. കാരണം രേണുവിന് ഇങ്ങനെ ഒരു ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ തന്നെ ജീവിച്ച് മുന്നേറാനാണ് രേണുവിന് ഇഷ്ടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചീപ്പ് പബ്ലിസിറ്റി കുറച്ച് കാലം കഴിയുമ്പോൾ പതുക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇപ്പൊ കിട്ടുന്ന നല്ല രീതിയിൽ ഇപ്പൊ രേണു നല്ല ഒരു യൂട്യൂബ് ചാനലുണ്ട്, ആ യൂട്യൂബ് ചാനലിനകത്തുള്ള വീഡിയോയും ചെയ്ത് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പബ്ലിസിറ്റി, എന്തുകൊണ്ട് രേണുവിന് നല്ല പബ്ലിസിറ്റി നിലനിർത്താൻ നോക്കിക്കൂടാ, നല്ല കാര്യങ്ങൾ രേണുവിന് പറഞ്ഞുകൂടാ. ഇങ്ങനെ രേണുവിന് പബ്ലിസിറ്റി കിട്ടാൻ തന്നെ എന്താ പറയുക, ഇപ്പൊ ഈ ചീപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരോട് എതിർത്ത് പറഞ്ഞാൽ അവിടെ ഒരു പബ്ലിസിറ്റി കിട്ടും, ഇല്ലേ? ചീപ്പ് പബ്ലിസിറ്റി അല്ല. രേണു അടുത്ത തീർച്ചയായിട്ടും റിയാക്ഷൻ വീഡിയോക്കാരെ എല്ലാവരും എടുത്തിട്ട് ചെയ്യും. എന്താ പറയുക, രേണുവിനോട് ഈ ഓൺലൈൻ മീഡിയാസ് വന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനെ എതിർത്ത് രേണു സംസാരിച്ചു, അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാതെ രേണു പിന്മാറി എന്നും പറഞ്ഞുള്ള തമ്പനിയിലായിരിക്കും അടുത്ത വീഡിയോസ് വരുന്നത്. തീർച്ചയായും അതും ഒരു പബ്ലിസിറ്റി തന്നെയാണ്, അല്ലേ? അപ്പോൾ ഒരു വിധവ എന്ന നിലയിൽ അങ്ങനെ നല്ല പബ്ലിസിറ്റിയിലൂടെയും രേണുവിന് ജീവിക്കാം. പക്ഷെ രേണുവിന് അതല്ല വേണ്ടത്. അപ്പം രേണുവിന് മറ്റുള്ള ആൾക്കാരുമായിട്ട് തൻ്റെ പേരൊക്കെ പറഞ്ഞ്, അതായത് പറയുന്നത് ആണുങ്ങളുമായിട്ട് തന്നെ എൻ്റെ പേര് ഇപ്പം UK കാരനോട് പറഞ്ഞു, മുസ്ലിമിനോട് പറഞ്ഞു, പിന്നെ വേറൊരാളുടെ പേര് പറഞ്ഞു, ഇപ്പം എന്തേണ്ട ഈ മിലിറ്ററിക്കാരുടെ പേര് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഓരോ തരത്തിലുള്ള ആണുങ്ങളോട് കൂടി തൻ്റെ പേര് ചേർത്ത് നിർത്തി സുധിയുടെ വിധവ എന്ന് പറഞ്ഞ് ജീവിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസെൻസ് ആവുന്നത് കൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കറിയാം. തീർച്ചയായും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ഇത് ഇഷ്ടമാകുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ചിന്തിക്കുക, കുറച്ച് നേരം ചിന്തിക്കുക. നിങ്ങൾ ഈ ആർമി ഓഫീസേഴ്സിനെ വരെ എടുത്തിട്ട് അലക്കുന്ന രീതിയിലേക്ക് രേണുവിന്റെ നിലവാരം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് അവർക്കും അറിയാം. പക്ഷേ രേണു ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അവർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോയാൽ വളരെ മോശമാണ്. സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കേസ് കൊടുക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണെന്ന് രേണുവിന്റെ സപ്പോർട്ടേഴ്സ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.